അതിൻ്റെ ശുശ്രൂഷകൾ താൻ ചെയ്യുന്നത്. യാക്കോബ് ശക്തമായി ദൈവജനത്തിന് ഉപദേശിക്കുന്ന ഒരു ഉപദേശമാണ് വിശ്വാസം പ്രവൃത്തിയാൽ വ്യാപരിക്കണം. നമുക്ക് ഓരോരുത്തർക്കും വിശ്വാസമുണ്ട്, പക്ഷെങ്കിൽ അത് പ്രവൃത്തിപഥത്തിലേക്ക് വരാത്തത് കാരണത്താൽ ആ വിശ്വാസം വ്യാപരിക്കുന്നില്ല. വിശ്വാസം പ്രവൃത്തിയാൽ വ്യാപരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നല്ല സമർപ്പണം, ദൈവാത്മാവ് പ്രേരിപ്പിക്കുന്നതായ ദൈവിക ആലോചന പ്രകാരം
ദൈവവിശ്വാസത്തിൽ അബ്രഹാമിനെ പോലെ നല്ല തീരുമാനമുള്ള ഒരു വ്യക്തിത്വമായിരുന്നു. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഞാൻ ഇനി നിങ്ങളോട് പറയട്ടെ, നമ്മുടെ വിശ്വാസം നമ്മളിൽ വ്യാപരിക്കട്ടെ. നമ്മൾ വിശ്വാസമുണ്ട് എന്ന് പറയുന്നത് മാത്രമല്ല, വിശ്വാസം നമ്മളിൽ വ്യാപരിക്കണം. കർത്താവായ യേശു ക്രിസ്തു വലിയ പുരുഷാരത്തിന് മുമ്പിൽ ശുശ്രൂഷിച്ചതിന് ശേഷം സന്ധ്യയാകുന്ന സമയത്ത് ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ മുൻപേ, എനിക്ക് മുൻപേ അക്കരയ്ക്ക് പോകാം. അവരെ പറഞ്ഞു വിട്ടതിന് ശേഷം കർത്താവ് മലയിൽ കയറി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. 1 മണിക്കൂർ 2 മണിക്കൂറല്ല പ്രാർത്ഥിച്ചത്, അവിടെ നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്ത് ജനത്തിന്റെ വിശ്വാസം വർദ്ധിപ്പിച്ചു കൊടുക്കുവാൻ, തന്നെ കൊണ്ട് ചെയ്യുന്നത് ചെയ്യുവാൻ കഴിയുന്നത് എന്ത്, ജനത്തിന്റെ വിശ്വാസത്തെ ബലപ്പെടുത്തുവാൻ ശിഷ്യന്മാർ അതേ സമയത്ത് കടലിൽ ദീർഘസമയം തണ്ട് വലിച്ചു വലയുകയാണ്. കാറ്റ് പ്രതികൂലമാണ്. തോണി മുൻപോട്ട് പോകാതെ വലയുന്നതായി അലയുന്നതായി കണ്ടു. യേശു മലയിൽ നിന്ന് നോക്കിയപ്പോൾ ശിഷ്യന്മാർ അലയുന്നു വലയുന്നതായി